ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മാജിക്കാണേ. ആദ്യമേ പറഞ്ഞേക്കാം, ഇന്ന് നമ്മുടെ ഗിന്നു ഇല്ല. എന്തൊക്കെയോ തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാനിനി അവളുടെ കുറ്റമൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ അവളില്ലാത്ത സമയത്ത് അവളുടെ കുറ്റം പറയുന്നു എന്നുള്ളൊരു പേരുദോഷം എനിക്കുണ്ട്. ഉള്ളതാണെങ്കിലും അവളുടെ കുറ്റങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നമുക്കധികം സമയം കളയാതെ നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ. മാവേലിയും ഓലക്കുടയും ഒന്നുമില്ലാത്തൊരു ഓണത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഓലക്കുടയാണ് കേട്ടോ. പക്ഷെ ഇത് ഓലക്കുടയല്ല, പേപ്പർ കൂടെയാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസ് വേണം, പേന വേണം, പിന്നെ നമുക്ക് പശ വേണം, കത്രിക. ഇതൊരു മിനിയേച്ചർ ഓലക്കുടയാണ് കേട്ടോ, നമ്മുടെ വലുതല്ല. നമുക്ക് അളവുകൾ വലുതാക്കിയിട്ട് വലുതും ഉണ്ടാക്കാം. കത്രിക വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഈർക്കിലി. അതാ ഒരു ഓലക്കുടയുടെ ലുക്ക് നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈർക്കിലി എടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് അതിൻ്റെ റൗണ്ട് എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഓലക്കുടയും ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വലിപ്പം വേണം ആ തരത്തിലുള്ളൊരു മൂടിപ്പാത്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും, ഇനി കോമ്പസ് വെച്ച് നിങ്ങൾക്ക് അളന്നാണെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. വലിയ കാർഡ്ബോർഡ് ബോക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് ഇതുപോലെ തന്നെ വലുതും ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഏകദേശം അളവെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ തന്നെ ഒരു റൗണ്ട് വരച്ചിട്ട് ഒരു സൈഡിലേക്കും ഒരു വര വരച്ചിട്ട് ഇത് ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ റൗണ്ട്, അതായത് അകത്ത് വരുന്ന ആ റൗണ്ട് കട്ട് ചെയ്ത് നമ്മൾ കളയുകയാണ്. എന്നിട്ടതിന് ഒരു കുടയുടെ 3D എഫക്റ്റ്, അതായത് ഒരു കുട ഇരിക്കുന്ന ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്കിലേക്ക് കൊണ്ടുവരാനാണ്. അതൊന്ന് അകത്തേക്ക് കയറ്റി ജസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ച് വെക്കാം, അല്ലെങ്കിൽ പശ ഒട്ടിച്ച് വെക്കാം. കുറച്ചൊന്ന് അകത്തേക്ക് കയറ്റിയിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. ഇനി ഇതിൻ്റെ താഴെ വരുന്നൊരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മൂടിപ്പാത്രം എടുത്തിട്ട് ഒരു റൗണ്ട് ചെയ്യുകയാണ്. അതും കട്ട് ചെയ്തെടുക്കുക. സെയിം നമ്മൾ ഈ വലുതിൽ ചെയ്ത സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ചെറിയ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അതും നമ്മൾ അകത്തേക്ക് കയറ്റി ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. സ്റ്റാപ്ലെയർ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ശീലഭാഗം, അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ശീല വരുന്ന ഭാഗം, അത് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഡിസൈനാണ്, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ രണ്ട് സൈഡും ഞാനത് കീറിക്കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുടയുടെ ആ ഒരു പാറ്റേണിലേക്ക് ഇത് ഓരോന്നും ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ ഓലക്കുട ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ. ആ പനയോല യൂസ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലുക്ക് അങ്ങനെയാണ്. ഞാൻ ഗൂഗിളിൽ നിന്ന് റെഫറൻസ് എടുത്തപ്പോൾ കണ്ടത് അങ്ങനെയായിരുന്നു. ഒന്നിന് മേലൊന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയയിലാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം, നമ്മുടെ കുടയുടെ മുകൾ ഭാഗം, ആ ഒരു സൈഡും കൂടെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പ്ലെയിൻ ഇത് അതേ അളവിൽ തന്നെ മുറിച്ചെടുത്തിട്ട് ഈ ഒട്ടിച്ച ഭാഗമൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെക്കുകയാണ്. ബാക്ക് സൈഡിലാണ് കേട്ടോ, അതായത് അകത്തെ ഭാഗത്താണ് ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി കുടയുടെ ഒരു അളവ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഈർക്കിലി കട്ട് ചെയ്തെടുക്കണം.
കട്ട് ചെയ്തിട്ട് ഈർക്കിലി ഏകദേശം ഒരു അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് അകത്തിയുമല്ല ഒരുപാട് അടുപ്പിച്ചുമല്ലാത്ത രീതിയിൽ ഈർക്കിലി നമ്മൾ ഇതുപോലെ പശ തേച്ചിട്ട് അതിൽ ആ ഈർക്കിലി ഒട്ടിച്ച് വെക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഓലക്കുട കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ നമുക്ക് ചൂരിൽ വെച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു എഫക്റ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈർക്കിലി വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒറിജിനൽ കുടയുടെ ലുക്ക് കിട്ടും. അതുപോലെ അതിന് താഴെ വെക്കാനുള്ള ആ പോർഷന് നമ്മൾ അതുപോലെ തന്നെ ഈർക്കിലി ഒട്ടിച്ചെടുക്കുകയാണ്. കാണുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് തോന്നും, പക്ഷേ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാർഡ്ബോർഡ് ബോക്സുകളും മറ്റുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും കൂടിയാണ്. കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒന്നുപോലും ഇതിനകത്തില്ല. എല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ഓലക്കുട അവിടെ ഇരിക്കട്ടെ അല്ലേ. ഇനി ആ കുടയുടെ ബേസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഒരു റൗണ്ടിൽ ചുരുട്ടിയെടുത്തത് കേട്ടോ പേപ്പർ. ഇനി ഈർക്കിലിൻ്റെ ഭാഗവും മറ്റേ എല്ലാ ഭാഗവും ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ചുറ്റും ജസ്റ്റ് ബോർഡർ വെക്കുന്ന പോലെ ആ കുടയുടെ ചുറ്റും വെക്കുകയാണ്. അത് ആ ഈർക്കിലിൻ്റെ ആ ഭാഗം മറ്റ് ഒട്ടിച്ച ഭാഗങ്ങൾ ഇതെല്ലാം കവറപ്പ് ചെയ്തിട്ട് ഒരു നീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒറിജിനൽ ഓലക്കുടയിൽ ഇങ്ങനെ ഒരു ലുക്കുണ്ട്. അപ്പോൾ നമ്മളും ആ ലുക്ക് അതങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ താഴത്തെ ഭാഗം അതിൻ്റെ അറ്റത്ത് അരികു ഭാഗത്തൊക്കെ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഇത് കുടയുടെ അകത്ത് നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ കുട ഏകദേശം നമ്മുടെ ഓലക്കുട സെറ്റായിട്ടുണ്ട്. ഇനി അതിനകത്തായിട്ട് നമ്മളിപ്പോൾ ഈ ചുരുട്ടിയെടുത്ത ഒരു പേപ്പർ അതിനകത്തേക്ക് അങ്ങ് വെക്കുക. ഏകദേശം നമ്മുടെ ഓലക്കുട കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ വലിയ ഒരു പിടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് പശ ഒട്ടിച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പേപ്പർ റോളിനകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. കണ്ടോ, നമുക്കിത് അഴിച്ച് മാറ്റാനും പറ്റും, തിരിച്ച് വെക്കാനും പറ്റും. ആ രീതിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോഴാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു കവറിലോ എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോകാനും പറ്റും. അതായത് നമ്മൾ വലിയ കുടയാണ് ഉണ്ടാക്കുന്നതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു അതിൻ്റെ കാല് ഭാഗം നമുക്ക് അഴിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓലക്കുട റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഈ ചെറിയ ഓലക്കുടയ്ക്ക് മറ്റൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നാളത്തെ വീഡിയോ മിസ്സാക്കാതെ കാണണം കേട്ടോ. ഓക്കെ, ബൈ.